ഹായ് ഫ്രാൻസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഒമർ ലുലു സംവിധാനം ചെയ്യുന്ന ബാഡ് ബോയ്സിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിലർ കണ്ടിട്ട് റിയാക്ഷൻ ചെയ്യാൻ നോക്കിയപ്പോൾ റിയാക്ഷൻ ചെയ്തു, അപ്ലോഡ് ചെയ്തപ്പോൾ കോപ്പി റൈറ്റ് ആണ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മുടെ ചാനലാകെ കുറച്ച് പേരെ കാണുന്നുള്ളൂ. അപ്പോൾ അത് കോപ്പി റൈറ്റായി ശരിയാവില്ല. അപ്പോൾ നമ്മളെന്തായാലും നമ്മൾ ഈ ട്രെയിലർ കണ്ടിട്ട് നമുക്ക് തോന്നിയ കാര്യങ്ങൾ ഒന്ന് പറയാം കേട്ടോ. ബാഡ് ബോയ്സ്, റഹ്മാൻ, എവർഗ്രീൻ സ്റ്റാർ, സ്ഥിരം സാധനം. പിഷാരടി സൈജു കുറുപ്പ്, ശങ്കർ ടിനിട്ടോ, സുധീർ, ഈശ്വര ബാല, സൈജു കുറുപ്പ്, ഹരിശ്രീ, കാസ്റ്റിംഗ് ഷിനി ചേച്ചി. ക്ലീശ സാധനം, ഫ്രണ്ട് വെക്കാൻ അറിയും. ധ്യാൻ ശ്രീനിവാസന്റെ കിഡ് ബീജിയാമാട്ട, മണിക്കൊട്ടാണ്. ബാബു അറ്റാണേ. എന്തായാലും കുറെ കാസ്റ്റിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫൈറ്റ് കിടും. മല്ലിക സുകുമാരൻ, മോനെ, ഒന്നും നിറച്ച ആളല്ലടാ, ചെറിയാണ് ആളടാ. നല്ല പാട്ടായിരുന്നു കേട്ടോ. ഒമർ ഫാൻ, ബാഡ് ബോയ്സ്. അപ്പൊ ട്രailer കുഴപ്പമില്ല കേട്ടോ, മോശം പറയാൻ പറ്റില്ല. ഒമർ പടങ്ങള് കണ്ടെടുത്തിൽ വെച്ച് കുറച്ചധികം കാസ്റ്റിംഗ് കൊണ്ടുവന്നിട്ട് നല്ല രസമുണ്ട് കാസ്റ്റിംഗ് ഒക്കെ. പക്ഷെ സംഭവം കണ്ടെടുത്ത ഈ ട്രെയിലർ 2 മണിക്കൂർ, 2 മിനിറ്റ് 30 സെക്കൻഡ് 25 സെക്കൻഡ്, 2 മണിക്കൂറല്ലേ, അത്രയ്ക്കൊന്നും ഇല്ല. വെറുതെ കുറേ സാധനങ്ങളൊക്കെ തള്ളി കയറ്റിയിട്ട് ഓണത്തിന് ഇറക്കാൻ പറ്റിയ സാധനം തന്നെയാണ്. അത്യാവശ്യം കളർഫുള്ളാണ്. കോമഡി, ഫൈറ്റ്, മാസ് മസാല സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറെ കാസ്റ്റിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളത് കാണാത്തതാണ് ആളെ പടത്തിൽ, ഒമർ പടത്തിൽ. എന്തായാലും നമുക്ക് കാണാം. നമ്മൾ റിലീസിന് പടം കാണും. നമ്മൾ നല്ല പടമാണ്, നമ്മൾ സപ്പോർട്ട് ചെയ്യും. നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ ഷെയർ ചെയ്യാമല്ലോ. എനിക്ക് കണ്ടിട്ടൊരു നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. എന്തായാലും സ്ഥിരം ശൈലി ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെതായ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു. റഹ്മാൻ്റെ ഒരു കംബാക്ക്, ബിബിൻ, കുറേ കാസ്റ്റിംഗ് ഉണ്ട്. ഇവര് ടീമാണ് ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞിട്ട് ടീസറിൽ കാണിച്ചപ്പോൾ അതാണ് മനസ്സിലായത്. ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് തല്ലും കുത്തൊക്കെ ആയിട്ട് നടക്കുന്നൊരു ടീം. എന്തെങ്കിലും ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ട് കംബാക്ക് അത് വെച്ച് റഹ്മാൻ നിലത്തി ഇടിയിട്ട് വീണ്ടെടുക്കുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നായകൻ ഇൻസിഡൻറ്റ് പറ്റുമല്ലോ, എല്ലാ നായകന്മാർക്കും ഒരു സംഭവം പറ്റുമല്ലോ, അതുപോലെ സംഭവമൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ കളർഫുൾ സാധനങ്ങൾ, പിന്നെ ഒമർ ലുലു പടത്തിലുള്ള പോലെ എല്ലാവരും കളർഫുൾ സോങ് ഒക്കെ ഉണ്ട് പടത്തിൽ. അപ്പോൾ നമ്മൾ FDOs കാണും, നമ്മൾ കണ്ടിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ ഷെയർ ചെയ്യും. അപ്പോൾ നമ്മൾ വീഡിയോ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സെറ്റ് ചെയ്താണ്, കോപ്പറേറ്റ് ഇട്ടുകൊണ്ട് എഡിറ്റ് ചെയ്താണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ എല്ലാവരും പല അഭിപ്രായങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക. നല്ല പടനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.